Good morning all of you. ആൻഡ്ര ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു ലൈവ് സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ആർമി റാലീസ് 2026 തയ്യാറെടുക്കുന്ന നേഴ്സിംഗ് അസിസ്റ്റന്റും ടെക്നിക്കലിനും അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഫിസിക്സിൽ നിന്ന് കെമിസ്ട്രിയിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ലൈവ് സെക്ഷനിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും എത്തിയിട്ടുണ്ടോ? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Which of the following statement is not true for the pair of force of action and a reaction that appears in the Newton's third law of motion? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കി, നന്നായിട്ടൊന്ന് വായിച്ചു നോക്കി. ഫിസിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ? കറക്റ്റ് അല്ലാത്തത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കി അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് വേണം ബാക്കി നമുക്ക് ചെയ്യാനായിട്ട് അല്ലേ. ഇതിലൂടെ പറഞ്ഞേക്കുന്ന കാര്യം എന്താണ്? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലാത്തത് കണ്ടുപിടിക്കാൻ നോട്ട് ട്രൂ for the pair of force of attraction and reaction that appears in Newton's third law of motion. ന്യൂട്ടന്റെ തേർഡ് ലോ ഓഫ് മോഷൻ റിലേറ്റ് ചെയ്ത് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനകത്ത് കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് അല്ലേ. നമുക്ക് നോക്കാം. ഓപ്ഷൻ നോക്കി. ദേ ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്. എന്താ പറഞ്ഞേക്കുന്നത്? എന്താണ് മാഗ്നിറ്റ്യൂഡ്? എന്തായിരിക്കും? ഈക്വൽ ആണ്. ദേ ആർ എന്താണ്? ഇൻസ്റ്റന്റേനിയസ് ആണ്. ഓപ്ഷൻ മൂന്നാമത്തെ എന്താ നോക്കി? ദേ ആക്ട് ഓൺ ദ സെയിം ഒബ്ജക്റ്റ്. ദെൻ ഓപ്ഷൻ 4 എന്താണെന്ന് നോക്കി? ദേ ആർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ടല്ലേ. നമുക്കറിയാം ന്യൂട്ടന്റെ തേർഡ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു ആക്ഷനും എന്താണ്, അല്ലെങ്കിൽ ഏതൊരു റിയാക്ഷനും എന്തുണ്ട്? ഓപ്പോസിറ്റ് പ്രതിപ്രവർത്തനം ഉണ്ടല്ലേ. ഒരു പ്രവൃത്തിക്ക് പ്രതിപ്രവർത്തനം ഉണ്ടെന്നുള്ളതാണ് എന്തെന്ന് പറയുക? നമ്മൾ ന്യൂട്ടന്റെ തേർഡ് ലോ പറയുന്നത്. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇനേർഷ്യയായിട്ട് റിലേറ്റഡ് ആണ് അല്ലേ. ഇനേർഷ്യയായിട്ട് റിലേറ്റ് ചെയ്ത ടേം ആണ്, അല്ലെങ്കിൽ ലോ ആണ് എന്തെന്ന് പറയുക? ഫസ്റ്റ് ലോ എന്നറിയപ്പെടുന്നത്. ഇതെന്നൊക്കെ ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്നത് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ആണ്. ഇതിനകത്ത് പറയുന്ന കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനേർഷ്യ എന്ന് പറയുന്ന ടേം നാച്ചുറലി ഒരു ബോഡിക്ക് കാണപ്പെടുന്നതാണ് അല്ലെ. നാച്ചുറലി എന്താണ്? ഒരു ബോഡിക്ക് കാണപ്പെടുന്ന ആക്ടിവിറ്റിയാണ് ഇനേർഷ്യ അല്ലെ ജഡത്വം എന്നറിയപ്പെടുന്നത്. ഈ ജഡത്വം എങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ബോഡിയായിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടീഷൻ ഇതാണ്. മാസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ബോഡിയുടെ മാസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡിക്ക് എന്ത് കൂടുന്നുണ്ട്? ഇനേർഷ്യ കൂടുന്നുണ്ട്. ക്ലിയർ ആണോ? മാസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കൂടുന്നുണ്ട്? ഇനേർഷ്യ കൂടുന്നുണ്ട്. മാസ് കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? ഇനേർഷ്യ എന്തായിരിക്കും? കുറവായിരിക്കും. ക്ലിയർ ആണോ? എന്നിട്ട് നോക്കി, ഒരു ബോഡിയുടെ മാസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കൂടുന്നുണ്ട്? ഇനേർഷ്യ കൂടുന്നുണ്ട്. ഇനേർഷ്യ 2 തരത്തിലുണ്ട്. ഏതാണ്? ഇനേർഷ്യ ഓഫ് റെസ്റ്റും ഉണ്ട്. ഇതാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റും ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഇനേർഷ്യ ഓഫ് എന്താണ്? മോഷനുമുണ്ട്. രണ്ടും എന്താണ്? ഇനേർഷ്യയുമായിട്ട് റിലേറ്റ് ചെയ്ത ടേമാണ്. ഇനേർഷ്യ ഓഫ് റെസ്റ്റും ഉണ്ട്, ഇനേർഷ്യ ഓഫ് മോഷനും ഉണ്ട്. ഇത് രണ്ടും ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ആയിട്ട് റിലേറ്റ് ചെയ്ത 2 ടേംസ് ആണ്. ഇനി നമ്മൾ നോക്കാം. എന്താന്ന് നോക്കിയേ, നമ്മൾ പറഞ്ഞു മാസ് ഇൻക്രീസ് ചെയ്താൽ ഇനേർഷ്യ കൂടുമെന്ന് പറഞ്ഞു അല്ലേ. ഒരു ബോഡിയുടെ മാസ് മെഷർമെന്റ് ചെയ്യുന്ന നമ്മൾ എപ്പോഴും എന്തിലായിരിക്കും? kgയിലായിരിക്കും എന്ത് ചെയ്യുക? മാസ് മെഷർമെന്റ് ചെയ്യുക. നോക്കിയേ, ഫോഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പറയുന്നുണ്ട് ഒരു ബോഡി ഫ്രീ സ്റ്റേറ്റിലാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ്, ഒരു ബോഡി വെറുതെ ഒരു സ്ഥലത്ത് ഇരിക്കുവാണെങ്കിൽ ആ ബോഡി എന്തായിരിക്കും? റെസ്റ്റിലായിരിക്കും അല്ലെ. എത്ര നാൾ വേണമെങ്കിലും ആ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? റെസ്റ്റിൽ തന്നെ തുടരും. ഒരു ബോഡി മോഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് മോഷന് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ ബോഡി എന്ത് ചെയ്യും? അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മോഷനിൽ പോകുന്നുണ്ട്. എപ്പോൾ വരെ മാത്രമാണ്? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നവരെ മാത്രം അല്ലേ. നമ്മൾ പുറമേ എന്ത് ചെയ്യുക? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ടൈം വരെ എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അത് അതിൻ്റെ പ്രവൃത്തിയിൽ തുടരുന്നുണ്ട്. ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴാണോ ആ ടൈമിലായിരിക്കും എന്ത് ചെയ്യുക? ആ ബോഡിക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ക്ലിയർ ആണോ? ഇനി നോക്കാം. നമ്മൾ പറഞ്ഞു ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ആയിട്ട് റിലേറ്റ് ചെയ്ത ഫോഴ്സിന്റെ ഇക്വേഷൻ F = ma എന്ന് പറയുന്നത് അല്ലേ. എന്താണ്? മാസ് ഇൻറ്റു ആക്സലറേഷൻ അല്ലേ. മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ് എന്തെന്നറിയപ്പെടുക? എന്തെന്നറിയപ്പെടുന്നുണ്ട്? മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ് എന്തെന്നറിയാം? ഫോഴ്സിന്റെ ഇക്വേഷൻ എന്നറിയപ്പെടുന്നത്. ഫോഴ്സിന്റെ യൂണിറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയണം? ന്യൂട്ടൺ ആണ് ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇത്രയും കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം. ന്യൂട്ടന്റെ ലോസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇത്രയും ടേംസ് നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുക? Which of the following statement is not true for the pair of force and action and reaction? അല്ലേ, ആക്ഷനും റിയാക്ഷനും വരുന്ന ന്യൂട്ടന്റെ തേർഡ് ലോ ആണ്. ഇത് റിലേറ്റ് ചെയ്ത് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് അല്ലാത്തത് കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, ഈക്വൽ മാഗ്നിറ്റ്യൂഡ് എന്തായാലും അതിനകത്ത് കാണും. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. രണ്ടാമത് നോക്കിയേ, ദേ ആർ എന്താണ്? ഇൻസ്റ്റന്റേനിയസ് ആണ്.
പെട്ടെന്നാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്ന വഴിക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരാളെ നമ്മൾ അടിക്കുകയാണ്, അയാൾ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, തിരിച്ച് അതേ സ്ഥലത്ത് നമുക്ക് അടി തരും അല്ലേ, തിരിച്ച് അതേപോലെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അടി കിട്ടും. അന്നേരം നോക്കിയേ ഇൻസ്റ്റൻറ്റേനിയസ് റിയാക്ഷൻ ആയിരിക്കും ഏത്, ആക്ഷനും റിയാക്ഷനും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. ഇനി നോക്കിയേ ദേ ആർ ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ, ആണോ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണോ, അല്ല. അന്നേരം എന്താണ് നോക്കിയേ ആൻസർ ഏതാണ്, ദേ ആക്ട് ഓൺ ദ സെയിം ഒബ്ജക്റ്റ്. ഏതാണ് ആൻസർ വരിക, ആൻസർ വരുന്നത് ഏതാണ്, ദേ ആക്ട് ഓൺ ദി സെയിം ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിലല്ല, ആക്ഷൻ ഒരാളിലായിരിക്കും, റിയാക്ഷൻ എന്തായിരിക്കും, മറ്റൊരു വ്യക്തിയിലായിരിക്കും. ഇപ്പോൾ നമ്മളൊരു വ്യക്തിയെ അടിക്കുന്നു, നമ്മൾ കൊടുക്കുന്ന ആക്ഷനാണ്, പക്ഷേ റിയാക്ഷൻ എന്താണ്, തിരിച്ച് നമ്മളിലോട്ടാണ് വരുന്നത്. അന്നേരം എന്താണ്, ഓപ്പോസിറ്റ് ആണ് അല്ലേ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇതും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ന്യൂട്ടൻ്റെ തേർഡ് ലോ ആയിട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലാത്ത ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, നോക്കിയേ ഓപ്ഷൻ ഏതാണ്, മൂന്നാമത്തെയാണ്, ദേ ആക്ട് ഓൺ ദ സെയിം ഒബ്ജക്റ്റ്. ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ന്യൂട്ടൻ്റെ തേർഡ് ലോയിൽ ഒരേ ഒബ്ജക്റ്റിനകത്ത് ആക്ഷനും റിയാക്ഷനും നടക്കത്തില്ല, ഡിഫറെൻറ്റ് ബോഡീസിലായിരിക്കും എന്ത് ചെയ്യുക, ആക്ഷനും റിയാക്ഷനും നടക്കുന്നത്. അന്നേരം ആൻസർ ഏതാണ്, മൂന്നാമത്തെയാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. രണ്ടാം ദിവസം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നോക്കണം. ഓപ്ഷൻ നോക്കിയേ, സൗണ്ട് ഈസ് എ ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് ഒള്ളി. സൗണ്ട് എന്താണ്, ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് ഒള്ളി ആണ്. ഓപ്ഷൻ നോക്കി രണ്ടാമത്തെ നോക്കിയേ, സൗണ്ട് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ്സ് ഒള്ളി. സൗണ്ട് എന്നറിയപ്പെടുന്ന ട്രാൻസ്വേഴ്സ് വേവ്സിന് എക്സാമ്പിൾ മാത്രമാണ് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, സൗണ്ട് ക്യാൻ പ്രൊപ്പഗേറ്റ് ഇൻ വാക്വം ഒള്ളി. സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് വാക്വത്തിലാണ്. നോക്കണം. ഓപ്ഷൻ 4 നോക്കിയേ, സൗണ്ട് എക്സിബിറ്റിംഗ് ബോത്ത് ലോഞ്ചിറ്റ്യൂണൽ ആൻഡ് ട്രാൻസ്വേഴ്സ് മോഡ് ഓഫ് വൈബ്രേഷൻ. നമുക്ക് നോക്കാം, ഇതിനകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നോക്കിയേ, സൗണ്ട് ഈസ് എ ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് ഒള്ളി. സൗണ്ട് ഒരിക്കലും എന്തല്ല, ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് മാത്രമല്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. രണ്ടാമത് നോക്കിയേ, സൗണ്ട് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ്സ് ഒള്ളി. സൗണ്ട് എന്നറിയപ്പെടുന്നത് ട്രാൻസ്വേഴ്സ് വേവ്സ് ഒള്ളിയാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റും എന്താണ്, തെറ്റാണ്. അടുത്ത നോക്കിയേ, സൗണ്ട് ക്യാൻ പ്രൊപ്പഗേറ്റ് ഇൻ വാക്വം ഒള്ളി. സൗണ്ട് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, വാക്വത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യത്തില്ല. സൗണ്ട് സഞ്ചരിക്കണമെങ്കിൽ എന്താവശ്യമാണ്, ഒരു മീഡിയം ആവശ്യമാണ് അല്ലേ, അല്ലെങ്കിൽ എന്താണ്, മോളിക്യൂൾസ് ഉള്ള പ്ലേസ് ആയിരിക്കണം. ഒരു മീഡിയം ആവശ്യമാണ്. ഒരിക്കലും സൗണ്ട് എന്ത് ചെയ്യത്തില്ല, വാക്വത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യത്തില്ല. സൗണ്ട് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താവശ്യമാണ്, ഒരു മീഡിയം ആവശ്യമാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അത് സൗണ്ട് ചെയ്ത് തട്ടി വൈബ്രേറ്റ് ചെയ്ത് തിരിച്ചെന്ത് ചെയ്യണം, ബൗൺസ് ബാക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കേൾക്കാനായിട്ട് സാധിക്കൂ. അന്നേരം നോക്കി, സൗണ്ട് ക്യാൻ പ്രൊപ്പഗേറ്റ് ഇൻ വാക്വം ഒള്ളി എന്ന് പറഞ്ഞാൽ എന്താണ്, തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്താവശ്യമാണ്, ഒരു മീഡിയം ആവശ്യമാണ്. ലാസ്റ്റ് നോക്കിയേ, സൗണ്ട് എക്സിബിറ്റ് ബോത്ത് ലോഞ്ചിറ്റ്യൂണൽ ആൻഡ് ട്രാൻസ്വേഴ്സ് മോഡ് ഓഫ് വൈബ്രേഷൻ. കറക്റ്റ് ആണ്. സൗണ്ട് എന്തിനൊക്കെ എക്സാമ്പിൾ ആണ്, ഒരു ലോഞ്ചിറ്റ്യൂണൽ വേവ്സിനും അതുപോലെ എന്താണ്, ട്രാൻസ്വേഴ്സ് വേവ്സിനും എക്സാമ്പിൾ ആണ്. എന്നറിയപ്പെടുക, സൗണ്ട് എന്നറിയപ്പെടുന്ന ഓപ്ഷൻ 4ാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ, ഓക്കെ ആണോ? നോക്കി, 4ാമത്തെ ഓപ്ഷൻ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻ കറക്റ്റ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ്. ഇതിനകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത് ഏത് മാത്രമേ ഉള്ളൂ, 4ാമത്തെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആണേ രണ്ടാമത്തെ ക്വസ്റ്റ്യനും, ഡൗട്ടൊന്നും ഇല്ലല്ലോ. ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനലാണ് ആൻഡ്രൻ ആർമി നേവി SSC RRB. നമുക്ക് ഡെയിലി മോക്ക് ടെസ്റ്റുകൾ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതും അതുപോലെ തന്നെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതും ഈ ഒരു ടെലഗ്രാം ചാനലാണ്. നമ്മുടെ ലൈവ് സെക്ഷൻസിൻ്റെ എല്ലാ PDF നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഈ ഒരു ടെലഗ്രാം ചാനലിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ നമ്മൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. കറക്റ്റ് അപ്ഡേഷൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രോപ്പറായിട്ട് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 2 നമ്പേഴ്സ് ഉണ്ട്. ആ 2 നമ്പേഴ്സിൽ നിങ്ങൾക്ക് വിളിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെയാണ്. നമുക്ക് അങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, കൺസിഡർ 2 ഫിനോമിന. 2 ഫിനോമിനാസ് ആണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. അതിൽ ഓപ്ഷൻ A എന്നും കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ B എന്നും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നോക്കാം നമുക്ക്. നോക്കി, മോഷൻ ഓഫ് ദ മൂൺ അറൗണ്ട് ദ എർത്ത്. എന്താ പറഞ്ഞേക്കുന്നത്, എർത്തിന് ചുറ്റും എന്ത് ചെയ്യുന്നു, മൂൺ എന്ത് ചെയ്യുന്നുണ്ട്, റൗണ്ട് ചെയ്യുന്നുണ്ട്. നോക്കി, മോഷൻ ഓഫ് ദ മൂൺ അറൗണ്ട് ദി എർത്ത്, ഒന്നാമത്തെ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത് നോക്കി, ആൻ ആപ്പിൾ ഫോൾസ് ഫ്രം എ ട്രീ ടു ദ ഗ്രൗണ്ട്. Which of these can be explained by Newton's universal law of gravitation?
നോക്കി രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു, രണ്ട് സ്റ്റേറ്റ്മെന്റ്, രണ്ട് ഫിനോമിനാസ് നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഫിനോമിന പറഞ്ഞ എന്തായിരുന്നു? മോഷൻ ഓഫ് ദി മൂൺ അറൌണ്ട് ദ സണ്ണ്, അല്ലെ, എർത്തിന് ചുറ്റും എന്ത് ചെയ്യുന്നു, മൂൺ എന്ത് ചെയ്യുന്നു, റിവോൾവ് ചെയ്യുന്നുണ്ട്. അത് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ റീസൺ പറയുന്നത് എന്താണ്? ആൻ ആപ്പിൾ ഫോളിങ് ഫ്രം ദ ട്രീ ടു എ ഗ്രൗണ്ട്, ഒരു ആപ്പിൾ എന്ത് ചെയ്യുകയാണ്, മുകളിൽ നിന്ന് ഗ്രൗണ്ടിലോട്ട് വീഴുന്നുണ്ട്. ഇതാണ് രണ്ട് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ രണ്ട് കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ട് കണ്ടീഷൻ വെച്ചിട്ട് പറഞ്ഞേക്കാണ് ഇതിൽ ഏതാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ എന്താണ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ഏതായിരിക്കും ആൻസർ? ഓക്കെ, ബോത്ത് എ ആൻഡ് ബി, രണ്ടും അത് റിലേറ്റഡ് ആണ്. രണ്ടാമത്തെ നോക്കി ഓപ്ഷൻ എ, മൂന്നാമത്തെ ഏതാണ്? ഓപ്ഷൻ ബി. നാലാമത്തെ എന്താണ്? നെയ്തർ എ ഓർ നോർ ബി, അല്ലെങ്കിൽ എ അല്ലെങ്കിൽ എന്താണ് ബി ആണെന്നുള്ള കണ്ടീഷനിലാണ്. ഏതായിരിക്കും ആൻസർ? നോക്കി, രണ്ട് കണ്ടീഷൻ നമ്മൾ വായിച്ച് നോക്കിയിട്ട് ഈ രണ്ട് കണ്ടീഷനിലും ഏതായിരിക്കും യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ടേം അല്ലെങ്കിൽ കണ്ടീഷൻ എന്നുള്ളത് വേഗം നോക്കി ഒന്ന് പറഞ്ഞു നോക്കി. ഏതായിരിക്കും? നോക്കി, നമുക്ക് നോക്കാം. മോഷൻ ഓഫ് ദി മൂൺ അറൌണ്ട് ദ എർത്ത് കറക്റ്റ് ആണ്. അതും എന്താണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും എന്താണ്? കറക്റ്റ് ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ്? ന്യൂട്ടന്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ടേം ആണ്. അതിൽ ആൻസർ ഏതാ വരിക? ബോത്ത് എ ആൻഡ് ബി ആണ് വരുന്നത്, അല്ലെ. നമ്മൾ പറഞ്ഞു ആൻ ആപ്പിൾ ഫോളിങ് ഫ്രം എ ട്രീ, അല്ലെ. എന്തുകൊണ്ടായിരിക്കും മുകളിൽ നിന്ന് ഒരു ആപ്പിൾ, അല്ലെ, മുകളിൽ നിന്ന് നമ്മൾ എറിയുന്ന വസ്തുക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? താഴോട്ട് വന്ന് വീഴുന്നുണ്ട്, അല്ലേ. നമ്മൾ ഇവിടെ നിന്ന് ഒരു വസ്തുവിനെ മുകളിലോട്ട് എറിയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? കൈനറ്റിക് എനർജിയാണ്, അല്ലെ. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ അതിനകത്ത് കാണപ്പെടുന്ന എനർജി ഏതാണ്? കൈനറ്റിക് എനർജിയാണ്. ഈ കൈനറ്റിക് എനർജി ചെന്ന് എന്ത് ചെയ്യും? ഒരു പ്ലേസിൽ ഹോൾഡ് ചെയ്യും, ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് തിരിച്ചെന്ത് ചെയ്യുന്നുണ്ട്? താഴോട്ട് വീഴുന്നുണ്ട്. അതെന്തായിരിക്കും? ആ നിൽക്കുന്ന സമയത്ത് എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. തിരിച്ച് വീഴുന്നത് എന്ത് തന്നെയാണ്? കൈനറ്റിക് എനർജിയിലാണ് തിരിച്ച് താഴോട്ട് പതിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ എറിയുന്ന ഒരു വസ്തു തിരിച്ച് നമുക്ക് എന്ത് ചെയ്യുക? താഴോട്ട് വീഴുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൊടുക്കുന്നുണ്ട്. അതിനെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് അറിയപ്പെടുന്നത്, അല്ലേ. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മുടെ ബോഡിയിൽ ഉള്ളിടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യും? സ്റ്റേബിൾ ആയിട്ട് നിൽക്കാനും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മൂവ്മെന്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് വാക്ക് ചെയ്യാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സാധിക്കുന്നുണ്ട്. അന്നേരം നോക്കി, നമ്മൾ പറഞ്ഞ ഇതാണ് താഴോട്ട് വരുന്ന സമയത്ത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? നല്ല രീതിയിൽ ഉള്ളതുകൊണ്ട് ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? താഴോട്ട് വരുന്നുണ്ട്. ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ത് ചെയ്യുകയാണ്? കുറയുകയാണ്, അല്ലെ. ഒബ്ജക്റ്റിനെ അട്രാക്ട് ചെയ്യുന്നതിനുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞാണ് വരിക, അല്ലേ. അതുകൊണ്ടാണ് മൂണിലോട്ടൊക്കെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഫ്ലോട്ട് ചെയ്ത് കാണപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അവിടെ എന്ത് ചെയ്യത്തില്ല? കാണുകയില്ല, അല്ലേ. നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഈ രണ്ട് കണ്ടീഷൻസും ഏതുമായിട്ട് ഗ്രാവിറ്റേഷൻ ലോ ഓഫ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? രണ്ടും ഏതാണ്? ഒന്നാമത്തെയും കറക്റ്റ് ആണ്, അതുപോലെ തന്നെ എന്താണ്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഓക്കെ, ഇത് ഓക്കെ ആണ്. ഇത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നേവി SSRനും റിലേറ്റഡ് ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേവി നമുക്ക് ടെക്നിക്കലും NA എന്ന് പറഞ്ഞാൽ +2 ബേസ്ഡ് ആണ്. അതേപോലെ തന്നെ SSRനും ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കും ബെനിഫിറ്റ് ആണ് കേട്ടോ. ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്? താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലാത്തത് കണ്ടുപിടിക്കാനാണ്. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ ഇതാണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എമേർജ് ഔട്ട് ഓഫ് ദി നോർത്ത് പോള്. എന്താണ് പറഞ്ഞേക്കാം? മാഗ്നറ്റിക് ഫീൽഡ് എമേർജ് ചെയ്യുന്ന അല്ലെങ്കിൽ തുടങ്ങുന്നത് നോർത്ത് പോളിൽ നിന്നാണ്. രണ്ടാമത്തത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പ്ലങ്ഡ് ഇൻ ടു ദി സൗത്ത് പോള്, അല്ലെ. സൗത്ത് പോളിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അത് മൂവ്മെന്റ് ചെയ്യുന്നുണ്ട്. അടുത്ത നോക്കി, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്യാൻ ഇന്റർസെക്ട് ഓൺ അതർ. എന്ത് ചെയ്യുന്നു പറഞ്ഞു? മാഗ്നറ്റിക് ഫീൽഡ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ അടുത്ത നോക്കി, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഗോ ഫ്രം ദ സൗത്ത് പോൾ ടു ദി നോർത്ത് പോൾ ഇൻസൈഡ് ദി മാഗ്നറ്റ്. മാഗ്നറ്റിനകത്ത് എന്ത് ചെയ്യുകയാണ്? സൗത്ത് പോളിൽ നിന്നാണ് നോർത്ത് പോളിലോട്ട് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് മൂവ് ചെയ്യുന്നത്. ഇന്നത്തെ ഏത് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും കറക്റ്റ്? നോക്കി, ഏതായിരിക്കും? ഏതാണ് നോട്ട് കറക്റ്റ് ആണ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എല്ലാം ഒന്ന് പറഞ്ഞു നോക്കി. ഏതായിരിക്കും ആൻസർ? മാഗ്നറ്റിസം എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കാം നമുക്ക്. നോക്കിയേ, ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ലൈൻസ് എമേർജ് ഔട്ട് ഓഫ് ദി നോർത്ത് പോള്, അല്ലെ. നമ്മൾ ബാർ മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ നോർത്തും സൗത്തും നമുക്ക് എടുക്കാം, അല്ലേ. നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലോട്ടായിരിക്കും എന്ത് ചെയ്യുക? ഔട്ട്സൈഡ് മാഗ്നറ്റിന് പുറത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും എന്തായിരിക്കും? നോർത്ത് പോളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അതർവ് നേരത്തെ ഉള്ളതെന്ന് തോന്നില്ലേ? ഓൺലൈനിൽ നമുക്ക് വരുന്ന കുട്ടിയാന്ന് തോന്നില്ലേ അതർവ്?
ഓക്കെ, പേരെനിക്ക് ഓർമ്മയുണ്ട്, ഇത് ബാച്ചിൽ വന്നിട്ടുള്ളത് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. അതർവഴി പേര് ഓർമ്മയുണ്ടേ. ഓക്കെ മനസ്സിലായി. കണ്ണൂരിലെ 10th സ്റ്റുഡൻറ്റ്, ഇപ്പം മനസ്സിലായി. ഈവനിങ്ങിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ലൈവിന് കയറുന്നത് മനസ്സിലായി. ഇപ്പം ക്ലിയർ ആയി കേട്ടോ, ഇപ്പം മനസ്സിലായി. ഓക്കെ, അതർവ ഇപ്പം എനിക്ക് ക്ലിയർ ആയി മോനെ കേട്ടോ. ഓക്കെയാണ്, നോക്കാം നമുക്ക്. ഓക്കെ, അടുത്തതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് അല്ലേ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. നോർത്ത് പോളിൽ നിന്നാണ് എന്ത് ചെയ്യുക, എപ്പോഴും എന്ത് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത് നോക്കി, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പ്ലങ്സ്ഡ് ഇൻ ടു ദി സൗത്ത് പോൾ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും എന്താണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. അടുത്തത് നോക്കി, അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്യാൻ ഇന്റർസെക്ട് ഓൺ അതർ. ഒരിക്കലും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യത്തില്ല. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലോട്ട് പോകുമെങ്കിലും ഇത് എന്ത് ചെയ്തില്ല, ഇന്റർസെക്ട് ചെയ്യത്തില്ല. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കി, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഗോ ഫ്രം ദ സൗത്ത് പോൾ ടു ദി നോർത്ത് പോൾ ഇൻസൈഡ് ദ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റിന് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ സൗത്ത് പോൾ ഔട്ട്സൈഡ് ആണെങ്കിൽ നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് എന്ത് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് മൂവ് ചെയ്യുന്നുണ്ട്. സെന്ററിലാണെങ്കിൽ എന്താ ചെയ്യുക, സൗത്തിൽ നിന്ന് എന്തിലോട്ടാ പോവുക, നോർത്ത് പോളിലോട്ടാണ് പോകുന്നത് അല്ലെ. സൗത്തിൽ നിന്ന് നോർത്ത് പോളിലോട്ടാണ് എന്ത് ചെയ്യുക, മാഗ്നറ്റിന്റെ സെന്റർ പോർഷനിൽ. ഔട്ട്സൈഡ് ആണെങ്കിൽ നോർത്ത് ടു സൗത്തും, സെന്റർ പോർഷനിലാണെങ്കിൽ എന്ത് ചെയ്യുന്നു, സൗത്ത് ടു നോർത്ത് ആയിരിക്കും എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് മൂവ്മെന്റ് ചെയ്യുന്നത്. ഇതും എന്താണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അന്നേരം നോക്കി, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, നോട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ്. അന്നേരം നമുക്ക് ഏത് എഴുതാം നോക്കി, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്യാൻ ഇന്റർസെക്ട് വൺ അതർ. ഇതാണ് എന്തെന്ന് പറയുക, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ ആണോ? അല്ലെങ്കിൽ എന്താണ്, നമുക്ക് കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എത്രാമത്തെയാണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. ക്ലിയർ ആണേ? നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഓക്കെ, ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമിയിൽ 2026 ആർമി റാലീസിനുള്ള ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും നമ്മൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യുകയാണ്, ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ട് ഒരുപാടായിട്ടുണ്ട്. ജൂണിൽ നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനിയും നിങ്ങൾക്ക് ടൈമുണ്ട് പഠിക്കാനായിട്ട്, 1 month എബോ നിങ്ങൾക്ക് സമയമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഡെയിലി നമുക്ക് ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സസിന് ഡീറ്റെയിൽസ് എന്നറിയപ്പെടുന്നത് ഡെയിലി ലൈവ് ക്ലാസ്സസ് ആയിട്ടാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സെയിം ക്ലാസ് നമുക്ക് ഈവനിങ്ങുള്ളിൽ റെക്കോർഡ് സെക്ഷനായിട്ട് ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രിൻറ്റഡ് ആയിട്ടുള്ളതും ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് നൽകും. ഡെയിലി പ്രാക്ടീസ് പേപ്പർ നൽകുന്നതാണ്, റിവിഷൻ ക്ലാസ്സുകളും. അതുപോലെ തന്നെ ഓരോ ട്രേഡ് അനുസരിച്ച് എന്ത് ചെയ്യും, മോക്ക് ടെസ്റ്റ് 150+ എബോ ഉള്ളത് എന്ത് ചെയ്യുകയാണ്, മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. മോക്ക് ടെസ്റ്റെല്ലാം നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. നമുക്കൊരു എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക അല്ലേ. ഇതെല്ലാം നമ്മൾ 150 എബോ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എക്സാമിന് 1 month ഉള്ളതെന്ന് പറഞ്ഞ് ആരും അഡ്മിഷൻ എടുക്കാതിരിക്കരുത്. പ്രോപ്പറായിട്ട് അഡ്മിഷൻ എടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക, ഏത് ട്രേഡിലേക്കാണോ അപ്ലൈ ചെയ്ത് അതനുസരിച്ചുള്ള ക്ലാസ്സുകളും PYQ സെക്ഷൻസ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോകണം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ കാണുന്ന 2 ഫോൺ നമ്പറുണ്ട്. ആ 2 നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് അതിനകത്തുള്ള അപ്ഡേഷൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് അറിയാനായിട്ട് പറ്റും. ഓക്കെയാണ്, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Okay, the Widal test is a confirmatory test for which following disease? താഴെ തന്നിരിക്കുന്ന ഏത് ഡിസീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈഡൽ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്? ഏതിന് വേണ്ടിയിട്ടായിരിക്കും? ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് ഓപ്ഷൻസ്? നോക്കി, ന്യൂമോണിയ ഉണ്ട്. ഓപ്ഷൻ ബി ഏതാണ്, മലേറിയ ഉണ്ട്. ഓപ്ഷൻ സി എന്താണ്, പ്ലേഗ് ഉണ്ട്. ടൈഫോയിഡ് ഉണ്ട് അല്ലേ. 4 ഡിസീസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ റെസ്പിറേറ്ററി സിസ്റ്റമായിട്ട് ബാധിക്കുന്ന ഡിസീസാണ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുകയാണ്, ലങ്സും ഒക്കെ ആയിട്ട് ബാധിക്കുന്ന ഡിസീസാണ് എന്തെന്ന് പറയുക, ന്യൂമോണിയ എന്നറിയപ്പെടുന്നത് അല്ലേ. അടുത്ത് നോക്കിയേ, മലേറിയ എന്ന് പറഞ്ഞാൽ എന്താണ്, മൊസ്കിറ്റോ പരത്തുന്ന ഡിസീസാണ് അല്ലേ, കമ്മ്യൂണിക്കബിൾ ഡിസീസാണ്. എന്നിട്ട് നോക്കിയേ, മലേറിയ എന്ന് പറഞ്ഞാൽ മൊസ്കിറ്റോ പരത്തുന്നതാണ്. പ്ലേഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിൽ നിന്നൊക്കെ എന്തെന്ന് വരുന്ന ഡിസീസാണ്. ഇനി നോക്കിയ ടൈഫോയിഡ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് എന്താ പറഞ്ഞേക്കാം, വൈറൽ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ഡിസീസ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്,
ഓപ്ഷൻ ഡി ഏതാണ്? ടൈഫോയിഡ് ഡിസീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ടെസ്റ്റാണ് ഇതെന്നറിയപ്പെടുക വൈഡൽ ടെസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ബയോളജിയിൽ നിന്നുള്ള ടോപ്പിക്കിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഡിസീസ് അല്ലേ, ഡിസീസും അതുപോലെ തന്നെ എന്താണ് ഡിസീസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലേ, ഡിസീസ് റിലേറ്റഡ് അല്ലെങ്കിൽ ഏതൊക്കെ വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഡിസീസ് ഉണ്ടാകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. അങ്ങനെ ഡിസീസും അത് ഡെഫിഷ്യൻസി ഡിസീസും അതുപോലെ തന്നെ എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ഇതെല്ലാം എന്ത് ചെയ്യുക പ്രോപ്പറായിട്ട് നോക്കി കറക്റ്റായിട്ട് എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം. വൈറ്റമിൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, വൈറ്റമിൻസ് റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് പഠിക്കണം, ഡിസീസും പഠിക്കണം അല്ലേ, ഡെഫിഷ്യൻസി ഡിസീസുകളാണ്. അതിന് എന്ത് ചെയ്യുക പ്രോപ്പറായിട്ട് ഈ രണ്ട് ടോപ്പിക്ക് എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വൈഡൽ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ എന്താണ് ടൈഫോയിഡിന് അല്ലെ, ടൈഫോയിഡ് ഡിസീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക വൈഡൽ ടെസ്റ്റ് നടത്തുന്നത്. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. In which of the following option are all the mentioned disease transmitted by insect? നോക്കി എന്താണ് നോക്കി, ഇൻസെക്റ്റിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ് താഴെ കൊടുത്തിരിക്കുന്നതിനകത്ത് ഓർഡറിൽ ഏതാണെന്ന് കണ്ടുപിടിക്കുക. നോക്കി നമുക്ക് 3-4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് നോക്കി ഏതാണ് നോക്കി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ആർ ഓൾ ദ മെൻഷൻഡ് ഡിസീസ് ട്രാൻസ്മിറ്റഡ് ബൈ ഇൻസെക്റ്റ് അല്ലെ. പാത്തോജൻസ് എന്ത് ചെയ്യുകയാണ് പല രീതിയിലുണ്ട് അല്ലെ, ബാക്ടീരിയസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് വൈറസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് കമ്മ്യൂണിക്കൽ വാട്ടർ കണ്ടാമിനേറ്റഡ് വാട്ടറായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അതുകൊണ്ട് ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്താ പറഞ്ഞേക്കുക, അതിനകത്തൊരു പാത്തോജനാണ് ഇതെന്ന് പറയുക ഇൻസെക്ട്സ് അല്ലേ. ഇൻസെക്ട്സ് പരത്തുന്നത് താഴെ തന്നതിനകത്ത് ഏത് ലിസ്റ്റിൽ പ്രകാരമുള്ളത് ആയിരിക്കും? നോക്കി ഓപ്ഷൻ നോക്കി, അസ്കാരിസിസ്, ഫിലാരിസിസ് ആൻഡ് മലേറിയ. ഓപ്ഷൻ ബി മലേറിയ, ഡെങ്കു ആൻഡ് ചിക്കൻ ഗുനിയ. ഓപ്ഷൻ സി നോക്കി മലേറിയ, ടൈഫോയിഡ്, അമീബേസിസ്. ദെൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോ. ഇതിൽ ഏതായിരിക്കും എന്ത് ചെയ്യുക 3 ഡിസീസ് അല്ലെ ഇൻസെക്റ്റ് പരത്തുന്ന ഡിസീസിന് എക്സാമ്പിളായിട്ട് കൊടുക്കുന്നത് ഏതായിരിക്കും? ഏതായിരിക്കും ആൻസർ? പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും നമുക്ക്. അതിനകത്ത് ഏതായിരിക്കും ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഏതാണെന്ന് നോക്കി. ഓക്കെ, ഏതാണ് അറിയാമോ? ഓക്കെ, രണ്ടാമത്തത് ഏതാണ്? മലേറിയ, അതുപോലെ തന്നെ ഡെങ്കു, ചിക്കൻ ഗുനിയ അല്ലേ. ഈ 3 ഡിസീസും ആര് സ്പ്രെഡ് ചെയ്യുന്നതാണ്? അല്ലേ മൊസ്കിറ്റോ അല്ലേ. മൊസ്കിറ്റോ എന്ത് ചെയ്യുന്നുണ്ട് സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസാണ് മലേറിയ, അതുപോലെ തന്നെ ഡെങ്കു ഫീവർ, അതുപോലെ എന്താണ് ചിക്കൻ ഗുനിയ. അന്നേരം ഇത് 3 എന്ത് ചെയ്യുന്നുണ്ട് ഇൻസെക്റ്റ് ആണ് പരത്തുന്നത്. ഏത് ഇൻസെക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ എഴുതേണ്ടത് നമ്മൾ? ഏതാണ് നോക്കിയേ, മൊസ്കിറ്റോ അല്ലെ. മൊസ്കിറ്റോ പരത്തുന്ന ഡിസീസാണ് മലേറിയ, ഡെങ്കു, അതുപോലെ തന്നെ എന്താണ് ചിക്കൻ ഗുനിയ. ക്വസ്റ്റ്യൻസിൻ്റെ റേഞ്ച് ക്ലിയർ ആണോ? അന്നേരം എന്ത് ചെയ്യുക, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡിസീസുമായിട്ട് റിലേറ്റ് ചെയ്ത് തരുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത് കാണുന്നത്. അന്നേരം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, സ്കിപ്പ് ചെയ്യരുത്, പ്രോപ്പറായിട്ട് ഇത് പഠിച്ചിരിക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഡ്യൂറിങ് എ ഫിസിക്കൽ ചേഞ്ച് വാട്ട് റിമൈൻസ് കോൺസ്റ്റന്റ്? നോക്കി എന്താ പറഞ്ഞേക്കുന്നത്, ഒരു ഫിസിക്കൽ ചേഞ്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടേം ഏതായിരിക്കുമെന്നാണ്. ഓപ്ഷൻ നോക്കി, വോളിയം. ഓപ്ഷൻ ബി മാസ്. ഓപ്ഷൻ സി കളർ. ദെൻ ഓപ്ഷൻ ഡി ടെക്സ്ചർ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് 2 തരത്തിലുള്ള ചേഞ്ച് ഉണ്ട്. ഏതൊക്കെയാണ്? ഫിസിക്കൽ ചേഞ്ചും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് കെമിക്കൽ ചേഞ്ചും ഉണ്ട്. 2 ടൈപ്പ് ചേഞ്ചസ് ആണ് നമുക്കുള്ള, ഫിസിക്കലും അതുപോലെ തന്നെ എന്താണ് കെമിക്കൽ ചേഞ്ചും. എന്താണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒബ്ജക്റ്റുകൾ എന്ത് ചെയ്യത്തില്ല ന്യൂ ആയിട്ട് ഫോം ചെയ്യത്തില്ല, അല്ലെങ്കിൽ വസ്തുക്കൾ എന്ത് ചെയ്യത്തില്ല പുതുതായിട്ട് ഒരു ഒബ്ജക്റ്റ് ഫോം ചെയ്യാത്തത് എപ്പോഴും എന്താണ് ഫിസിക്കൽ ചേഞ്ച് ആണ്. അതിനെന്ത് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ മാത്രമാണ് സംഭവിക്കുക. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണ്, ഐസ് അല്ലേ, സോളിഡ് സ്റ്റേറ്റ് ഇരിക്കുന്ന ഐസ് നമ്മൾ എടുത്തോ, ഈ ഐസ് എന്ത് ചെയ്യുന്നുണ്ട് മെൽറ്റ് ആവുന്നുണ്ട് അല്ലേ. മെൽറ്റായിട്ട് എന്തായിട്ട് മാറും? വാട്ടറായിട്ട് മാറും. ഈ വാട്ടറിനെ തിരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂൾ ചെയ്ത് ഐസാക്കി മാറ്റാനായിട്ട് പറ്റും. അന്നേരം എന്താണ് ഫിസിക്കലായിട്ടുള്ള ചേഞ്ച് ആണ്. അതിന് പുതിയ പ്രോഡക്റ്റ് അവിടെ ഫോം ചെയ്യുന്നില്ല, ഫിസിക്കൽ സ്റ്റേറ്റിന് മാത്രമാണ് എന്ത് ചെയ്യുക മാറ്റം വരുത്തുക. ഇങ്ങനെയുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ് ഫിസിക്കൽ ചേഞ്ച് ആണ്. പക്ഷേ കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും കെമിക്കൽ ചേഞ്ച്? അതായത് ഏതെങ്കിലും തമ്മിലുള്ള റിയാക്റ്റൻസ് റിയാക്ട് ചെയ്യും അല്ലെ, ഏതെങ്കിലും തമ്മിലുള്ള വസ്തുക്കൾ റിയാക്ട് ചെയ്ത് ന്യൂ പ്രോഡക്റ്റ് ആണ് ഫോം ചെയ്യുന്നത്, പുതിയ പ്രോഡക്റ്റ് ആണ് ഫോം ചെയ്യുക എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും കെമിക്കൽ ചേഞ്ച് ആണ്. നമുക്ക് എക്സാമ്പിൾ നമുക്ക് നോക്കാം. മിൽക്ക്
അല്ലേ? പാലിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പുളിപ്പിക്കുന്നുണ്ട് അല്ലേ? പുളിപ്പിച്ച് എന്താക്കി മാറ്റും? കേടാക്കി മാറ്റും. അല്ലെങ്കിൽ എന്താണ്? പാല് അല്ലെ? പാല് പുളിച്ച് എന്തായിട്ട് മാറുകയാണ്? തൈരായിട്ട് മാറുകയാണ് അല്ലേ? ഈ തൈര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് പാലാക്കി മാറ്റാനായിട്ട് സാധിക്കുമോ? ഇല്ല. ഇവിടെ ഒരു പുതിയ പ്രോഡക്റ്റ് ആണ് ഫോം ചെയ്തത് അല്ലേ? പുതിയൊരു പ്രോഡക്റ്റ് ഇവിടെ ഫോം ചെയ്തു. ഈ പ്രോഡക്റ്റിനെ നമുക്ക് റീപ്ലേസ് ചെയ്ത് അതിൻ്റെ ഒറിജിനൽ സ്റ്റേജിലോട്ട് മാറ്റാനായിട്ട് പറ്റില്ല അല്ലേ? അന്നേരം നമുക്ക് നോക്കാം ഏതാണ്? വോളിയത്തിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റം സംഭവിക്കും അല്ലേ? ഐസ് നല്ല എന്തായാലും ഐസിൻ്റെ വോളിയം ആയിരിക്കത്തില്ല എന്ത് ചെയ്യത്തില്ല? വാട്ടറായിട്ട് മാറുമ്പോൾ ഉള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ വോളിയത്തിന് യാതൊരു മാറ്റവും സംഭവിക്കത്തില്ല. മീൻസ് എന്നാൽ വോളിയത്തിന് ചേഞ്ച് സംഭവിക്കുന്നുണ്ട്, വോളിയം മാറ്റം വരുന്നുണ്ട്. മാസിന് മാറ്റം വരുമോ? മാസിന് മാറ്റം വരുമോ? ഒരിക്കലും മാസിന് മാറ്റം വരികയില്ല. മാസ് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. മാസിന് മാറ്റം വരികയില്ല. കളറിനകത്ത് ചേഞ്ച് സംഭവിക്കും, ടെക്സ്ചറിനകത്ത് എന്ത് ചെയ്ത് മാറ്റം സംഭവിക്കുന്നുണ്ട്. പക്ഷെ എന്തിലും മാറ്റം സംഭവിക്കത്തില്ല? മാസിനകത്ത് മാറ്റം സംഭവിക്കത്തില്ല. അതിന് നമ്മുടെ ആൻസർ ഏതാണ്? മാസാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഇനി നോക്കി നമ്മൾ പറഞ്ഞു ഫിസിക്കൽ ചേഞ്ചും പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ കെമിക്കൽ ചേഞ്ചും പറഞ്ഞു. എന്നിട്ട് നോക്കി ബോത്ത് ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും വരുന്നത് ഒരെണ്ണമുണ്ട്. ഏതാണ്? ബേണിംഗ് ഓഫ് ക്യാൻഡിൽ അല്ലേ? നോക്കി എന്താണ് ബേണിംഗ് ഓഫ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ? മെഴുകുതിരി കത്തുകയാണ്, രണ്ട് ചേഞ്ചസ് നടക്കുന്നുണ്ട്. നോക്കി എന്താണ് ഇവിടെ? എന്തുണ്ട്? ത്രെഡ് ഉണ്ട്. ഈ ത്രെഡ് എന്ത് ചെയ്യുന്നുണ്ട്? അത് കത്തി എന്താണ് മാറിപ്പോവുകയാണ്, തീർന്നു പോവുകയാണ്. അടുത്ത നോക്കിയേ മെൽറ്റിംഗ് ഓഫ് വാക്സ് അല്ലെ? വാക്സ് എന്ത് ചെയ്യുന്നുണ്ട്? മെൽറ്റ് ചെയ്ത് താഴെ കാണും. അത് നമുക്ക് മോൾഡ് ചെയ്താൽ തിരിച്ച് അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലോട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റും അല്ലേ? അന്നേരം നോക്കിയേ ഇതിനകത്തുള്ള ത്രെഡ് എന്ത് ചെയ്യുകയാണ്? കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇല്ലാണ്ടായി മാറുന്നുണ്ട്. അന്നേരം അത് കെമിക്കൽ ചേഞ്ച് ആണ്. പക്ഷേ എന്താണ്? മെൽറ്റിംഗ് ഓഫ് വാക്സ് വരുമ്പോൾ എന്താണ്? അത് ഫിസിക്കൽ ചേഞ്ച് ആണ്. ഒരിക്കൽ താഴെ വീണാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ പഴയ പോലെ മോൾഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അതിൻ്റെ നടുക്കുന്ന ത്രെഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പുതിയതേ വെക്കാൻ പറ്റും. ആ പോയത് നമുക്ക് ഒരിക്കലും മാറ്റി വെക്കാനായിട്ട് പറ്റില്ല. ഇങ്ങനെയുള്ള ചേഞ്ച് എപ്പോഴും എന്തായിരിക്കും? ബോത്ത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ആയിരിക്കും. ഫിസിക്കൽ ചേഞ്ചിനും കെമിക്കൽ ചേഞ്ചിനും എക്സാമ്പിൾ ആയിരിക്കും എന്തെന്ന് പറയുക? ഈ ബേണിംഗ് ഓഫ് ക്യാൻഡിൽ എന്നറിയപ്പെടുക. പക്ഷേ മെൽറ്റിംഗ് ഓഫ് വാക്സ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ഫിസിക്കൽ ആയിരിക്കും. എന്തായിരിക്കും? മെൽറ്റിംഗ് ഓഫ് വാക്സ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും എന്തിന് എക്സാമ്പിൾ ആയിരിക്കും? എന്താണ്? ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആയിരിക്കും. ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യനും ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 8ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് റോൾ ഡസ് ദ സോൾവെന്റ് പ്ലേ ഇൻ ദ പ്രോസസ് ഓഫ് ക്രിസ്റ്റലൈസേഷൻ? നോക്കി എന്താണ്? വാട്ട് റോൾ ഡസ് ദ സോൾവെന്റ് പ്ലേസ് ഇൻ ദ പ്രോസസ് ഓഫ് ക്രിസ്റ്റലൈസേഷനകത്ത് എന്ത് റോളാണ് സോൾവെന്റ് കാണിക്കുന്നത്? നമുക്കറിയാം ഏതൊക്കെയുണ്ട്? സോൾവെന്റ് ഉണ്ട്, സൊല്യൂട്ട് ഉണ്ട്, സൊല്യൂഷൻ ഉണ്ട്. ഈ 3 ടേം ഉണ്ട്. നോക്കിയാൽ നമുക്കറിയാം സോൾവെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ ആയിരിക്കും. യൂണിവേഴ്സൽ സോൾവെന്റ് എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? വാട്ടറിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുക? യൂണിവേഴ്സൽ സോൾവെന്റ് എന്നറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? എന്തിലാണോ ലയിക്കുന്നത് അതാണ് എന്തെന്ന് പറയുക? സോൾവെന്റ് എന്നറിയപ്പെടുന്നത്. അതൊരു സോൾവെന്റ് യൂണിവേഴ്സൽ സോൾവെന്റ് എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? വാട്ടറിനെയാണ് യൂണിവേഴ്സൽ സോൾവെന്റ് എന്നറിയപ്പെടുന്നത്. എന്തിലാണോ ലയിക്കുന്നത് അതാണ് സോൾവെന്റ് എന്നറിയപ്പെടുക. സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് വസ്തുവാണോ ലയിക്കുന്നത് അത് സൊല്യൂട്ടാണ്. ലയിച്ച് കിട്ടുന്ന ലാസ്റ്റ് എൻഡ് പ്രോഡക്റ്റ് ആണ് എന്തെന്ന് പറയുക? സൊല്യൂഷൻ എന്ന് പറയുക. സിമ്പിളായിട്ട് നമുക്ക് പറയാം. നോക്കിയേ സോൾട്ട് എടുത്തു. സോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സൊല്യൂട്ടാണ്. അതിനകത്ത് എന്ത് ചെയ്തു? വാട്ടറിനെ ആഡ് ചെയ്തു. അതെന്താണ്? സോൾവെന്റ് ആണ്. ഇത് തമ്മിൽ റിയാക്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? സൊല്യൂഷൻ കിട്ടി. അല്ലെങ്കിൽ എന്താണ്? സോൾട്ട് വാട്ടർ ലഭിച്ചു അല്ലെ? സോൾട്ട് വാട്ടർ കിട്ടി. ഇതെന്തിന് എക്സാമ്പിൾ ആണ്? സൊല്യൂഷന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണോ? ഇതിന് നോക്കി ഇത്രയും കാര്യം നമുക്കറിയാം. ഇതിന് പറഞ്ഞ കണ്ടീഷൻ എന്താണ്? വാട്ട് റോൾ ഡസ് സോൾവെന്റ് പ്ലേസ് ഇൻ ദ പ്രോസസ് ഓഫ് ക്രിസ്റ്റലൈസേഷൻ? ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് സോൾവെന്റിന്റെ പ്ലേ എന്താണെന്നുള്ളതാണ്. ഓപ്ഷൻ നോക്കിയേ. ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ, ടെമ്പറേച്ചറിനെ കൂട്ടുന്നതാണോ? രണ്ടാമത്തെ നോക്കിയേ. ടു ഡിക്രീസ് ദ പ്രഷർ, പ്രഷറിനെ കുറയ്ക്കുന്നതാണോ? നോക്കിയേ. ടു മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് pH, അല്ലെങ്കിൽ ആ സൊല്യൂഷൻ്റെ അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ pHനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണോ? അതോ ടു ഡിസോൾവ് ദ സൊല്യൂട്ട് ആണോ? സൊല്യൂട്ടിനകത്ത് ഡിസോൾവ് ആവുകയാണോ? ഏതായിരിക്കും തന്നിരിക്കുന്നതിനകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ഏതാണ്? ടു ഡിസോൾവ് ദി സൊല്യൂട്ട് അല്ലെ? സോൾവെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് അറിയണമായിരുന്നു. ആ സോൾവെന്റ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിന് ആൻസർ ഏതാണ് വരിക? എന്താണ്? ഡിസോൾവ് ദി സൊല്യൂട്ടാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഇപ്പോൾ നമ്മൾ എന്താണ് ഷുഗർ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് സോൾവെന്റിനെ കണ്ടുപിടിക്കാം, സൊല്യൂഷൻ എന്താണെന്ന് അറിയാം, സൊല്യൂട്ട് എന്താണെന്ന് അറിയാം. ഈ 3 ടേം അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആണ്? 8ാമത്തെ ക്വസ്റ്റ്യനും
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ഔട്ട് ദ നെയിം ഓഫ് ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ഓൺ തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് കാൽസ്യം കാർബണേറ്റ്. എന്താ പറഞ്ഞേക്കുന്നത്? കാൽസ്യം കാർബണേറ്റ് എന്ന പ്രോസസ്സിൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസിൻ്റെ പേര് പറയാനാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ കൊണ്ട് മനസ്സിലായോ? ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മലയാളം മീനിങ്ങും ക്ലിയർ ആണോ? ഫൈൻഡ് ഔട്ട് ദ നെയിം ഓഫ് ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ഓൺ ദ തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന ഗ്യാസ് ഏതെന്നുള്ളതാണ് അല്ലേ. നമുക്ക് നോക്കാം. ഓപ്ഷൻ നോക്കി. അമോണിയ, ഓപ്ഷൻ ബി പൊട്ടാസ്യം സൾഫേറ്റ്, ഓപ്ഷൻ സി ഹൈഡ്രജൻ ഗ്യാസ്, ദെൻ ഓപ്ഷൻ ഡി കാർബൺ ഡയോക്സൈഡ് ഗ്യാസ്. ഓക്കെ, ഇതിനകത്ത് ഏത് ഗ്യാസ് ആയിരിക്കും ഡീകമ്പോസിഷൻ റിയാക്ഷൻ അല്ലെ കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ പുറത്ത് വരുന്ന അല്ലെങ്കിൽ എന്താണ് എമിറ്റ് ചെയ്യുന്ന ഗ്യാസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഓക്കെ, ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഏതാണ്? കാർബൺ ഡയോക്സൈഡ് ആണ്. CO2 എന്നറിയപ്പെടുന്ന കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആണ് എന്ത് ചെയ്യുക? തെർമൽ ഡീകമ്പോസിഷൻ റിയാക്ഷനകത്ത് അല്ലെങ്കിൽ എന്താണ് കാൽസ്യം കാർബണേറ്റ് റിയാക്ട് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന ഗ്യാസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? കാർബൺ ഡയോക്സൈഡ് ആണ്. ഈ ഹൈഡ്രജൻ ഗ്യാസ് എന്താണ്? മെറ്റൽ അല്ലെങ്കിൽ ഒരു ആസിഡുമായിട്ടൊക്കെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഹൈഡ്രജൻ ഗ്യാസിന് എന്ത് ചെയ്യുന്നുണ്ട്? ഇവോൾവ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണ്? ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ ഫോർമുല ഫോർ അമോണിയ? അമോണിയയുടെ ഫോർമുല താഴെ തന്നിരിക്കുന്നതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കാനാണ്. ഓപ്ഷൻ നോക്കി. ഓപ്ഷൻ എ NH3, ഓപ്ഷൻ ബി NH2, ഓപ്ഷൻ സി H4N, ഓപ്ഷൻ 4ാമത്തത് HN3. ഏതായിരിക്കും അമോണിയ? അമോണിയയുടെ ഫോർമുല താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും അമോണിയയുടേത്? ഏതായിരിക്കും? ഓക്കെ, NH4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? C6H6 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഏതാണ് അമോണിയയുടെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? NH3 ആണ് അമോണിയയുടേത് അല്ലേ. അമോണിയം ഗ്യാസിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? NH3 ആണ്. ഞാൻ ചോദിക്കുന്നത് ഇതാണ്, NH4 എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? NH3 അമോണിയ ആണെങ്കിൽ NH4 എന്തായിരിക്കും? C6H6 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏതായിരിക്കും? NH4 എന്നറിയപ്പെടുന്നത് മീഥേനെയാണ്. ഇതാണ് മീഥേനെയാണ് NH4 എന്ന് അറിയപ്പെടുന്നത്. C6H6 എന്ന് പറയുന്നത് ഏതിനെയാണ്? C6H6 എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? ബെൻസീനെയാണ് കേട്ടോ. എന്താണ്? ബെൻസീനെയാണ് C6H6 എന്ന് അറിയപ്പെടുന്നത്. മീഥേൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എന്താണ്? CNGയിൽ അല്ലേ, CNGയിൽ കാണപ്പെടുന്നു. എന്താണ്? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിനകത്ത്, അതുപോലെ തന്നെ എന്തിനകത്താണ്? ഗോബർ ഗ്യാസിനകത്ത് അല്ലേ, ഗോബർ ഗ്യാസിനകത്ത്, അതുപോലെ തന്നെ എന്താണ്? മാർഷ് ഗ്യാസിനകത്ത്. മാർഷ് ഗ്യാസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ചതുപ്പ് പ്രദേശങ്ങളിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഗ്യാസിനകത്തൊക്കെ കാണപ്പെടുന്ന മെയിൻ കമ്പോണൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്തെഴുതണം? അമോണിയ എഴുതണം. അമോണിയ റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താണ്? ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? NH4 ആണ് അമോണിയ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫോം എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? 10ാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, 11ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂണിറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ടു എക്സ്പ്രസ് കോൺസെൻട്രേഷൻ ഇൻ എ സൊല്യൂഷൻ? എന്താണ് പറഞ്ഞേക്കുക? താഴെ തന്നിരിക്കുന്നത് ഏത് യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കാണിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഇത് ഉപയോഗിച്ചിട്ടാണെന്നാണ്. ഓപ്ഷൻ നോക്കാം നമുക്ക്. ഗ്രാം പെർ ലിറ്റർ, ഓപ്ഷൻ ബി മീറ്റർ പെർ സെക്കൻഡ്, ഓപ്ഷൻ സി ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ 4 ഏതാണ്? ഡയോപ്റ്റർ അല്ലേ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? എക്സ്പ്രസ് കോൺസെൻട്രേഷൻ ഇൻ എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ഉപയോഗിച്ചിട്ടാണ്? നമുക്ക് ഡയോപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെൻസിൻ്റെ പവർ അല്ലേ, ലെൻസിൻ്റെ പവർ മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഡയോപ്റ്റർ ആണ് ലെൻസിൻ്റെ പവർ മെഷർമെൻറ്റ് ചെയ്യുന്ന SI യൂണിറ്റ് എന്നറിയപ്പെടുന്നത്. ഡിഗ്രി സെൽഷ്യസ് എന്നറിയപ്പെടുന്നത് എന്താണ്? നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെഷർമെൻറ്റ് ചെയ്യാനായിട്ട് അല്ലേ, ബോഡി ടെമ്പറേച്ചർ മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്.
ഡിഗ്രി സെൽഷ്യസിൽ മാത്രമല്ല നമ്മൾ മെഷർമെൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എന്ത് ചെയ്ത് ഫാരൻഹീറ്റിലും അതുപോലെ തന്നെ എന്താണ് കെൽവിൻ സ്കെയിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ബോഡി ടെമ്പറേച്ചർ മെഷർമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. ഇപ്പോഴത്തെ തെർമോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിജിറ്റലായിട്ടുള്ളതാണ്, അതിനകത്ത് വാല്യൂ വരുന്നത് എപ്പോഴും ഫാരൻഹീറ്റിലാണ് അല്ലേ. ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടെമ്പറേച്ചർ മെഷർമെൻറ്റ് ചെയ്യാനുള്ള യൂണിറ്റ് ആണ്. ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതണം, കെൽവിൻ എഴുതണം. ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ കെൽവിൻ ആണ്. അതർ യൂണിറ്റ്സ് എന്താണ്, നമുക്ക് ബാക്കി മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതറായിട്ടുള്ള യൂണിറ്റ്സ് ആണ്. ക്ലിയർ ആണ്. മീറ്റർ പെർ സെക്കൻഡ് എന്തിൻ്റെയൊക്കെ യൂണിറ്റ് ആണ്, വെലോസിറ്റി അല്ലേ, വെലോസിറ്റിയുടെയും അതുപോലെ തന്നെ സ്പീഡിൻ്റെയൊക്കെ യൂണിറ്റ് ആണ് എന്ന് പറയുക മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ ചോദിച്ച എന്തായിരുന്നു, കോമൺലി യൂസ്ഡ് ഫോർ എക്സ്പ്രസ് കോൺസെൻട്രേഷൻ ഇൻ എ സൊല്യൂഷൻ. സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത്, നോക്കിയേ ഗ്രാം പെർ ലിറ്റർ ആണ്. ഒന്നാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, വിച്ച് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് എലമെന്റ് കമ്പൈൻ ഇൻ ഫിക്സ്ഡ് പ്രപ്പോർഷൻ ബൈ മാസ് ടു ഫോം കോമ്പൗണ്ട്. ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കിയേ. എന്താ പറഞ്ഞേക്കുക, വിച്ച് ലോ സ്റ്റേറ്റ്സ് ദാറ്റ്, ഏത് ലോ അടിസ്ഥാനത്തിലാണ് എലമെൻറ്റ്സ് തമ്മിൽ കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ എന്താണ് ഫിക്സ്ഡ് പ്രപ്പോർഷനിൽ കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ടായിട്ട് മാറുന്നത് അല്ലെങ്കിൽ കോമ്പൗണ്ടിൻ്റെ മാസ്സായിട്ട് മാറുന്നത്. നമുക്കറിയാം H2 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ഹൈഡ്രജനും 1 ഓക്സിജനൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, H2 ആയിട്ട് പറയുന്ന കോമ്പൗണ്ടായിട്ട് മാറുന്നുണ്ട് അല്ലേ. എന്താണ് H2 എന്ന് പറയുന്ന കോമ്പൗണ്ടായിട്ട് മാറുന്നുണ്ട്. അന്നേരം നോക്കി നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്, ഇങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എലമെൻറ്റ്സ് തമ്മിൽ കമ്പൈൻ ചെയ്ത് ഇതണക്കൊരു കോമ്പൗണ്ടായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഏത് ലോ അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാനായിട്ട് സാധിക്കുന്നത്. ഓപ്ഷൻ നോക്കി, ഓപ്ഷൻ ഇതാണ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഓപ്ഷൻ B, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഓപ്ഷൻ C, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. ദെൻ ഓപ്ഷൻ 4 ഏതാണ്, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. ഏത് ലോ അനുസരിച്ചായിരിക്കും, കൺസർവേഷൻ ഓഫ് എനർജി അല്ല അല്ലേ. നോക്കിയേ, കൺസർവേഷൻ ഓഫ് മാസ് ഒരിക്കലും അതായിട്ട് കൺസിഡർ ആയിട്ട് വരത്തില്ല. ഏതാണ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. ഓപ്ഷൻ 3 ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ അനുസരിച്ചാണ് എന്ത് ചെയ്യുക എലമെൻറ്റ്സ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് കോമ്പൗണ്ടായിട്ട് മാറുന്നത്. എത്രാമത്തെയാണ്, 3 ഡെഫിനിറ്റ് പ്രപ്പോർഷൻ അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഓപ്ഷൻ 3 കറക്റ്റ് ആൻസർ. ക്ലിയർ ആണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, എയർ ഈസ് എ പുവർ കണ്ടക്ടർ ഓഫ്. എയർ എന്നറിയപ്പെടുന്നത് പുവർ കണ്ടക്ടർ ആയിട്ട് ആണോ, ഏതിനകത്തൊക്കെ അല്ലെങ്കിൽ എന്തിൻ്റെയൊക്കെ പുവർ കണ്ടക്ടർ ആയിട്ടാണ് എയറിനെ അറിയപ്പെടുന്നത്. ഓപ്ഷൻ നോക്കി, ബോത്ത് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. എന്താ പറഞ്ഞേക്ക, ബോത്ത് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഓപ്ഷൻ B, ബോത്ത് സൗണ്ട് ആൻഡ് ഇലക്ട്രിസിറ്റി. ഓപ്ഷൻ C, ബോത്ത് സൗണ്ട് ആൻഡ് ലൈറ്റ്. ദെൻ ഓപ്ഷൻ D, ബോത്ത് ലൈറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഇതിലേതായിരിക്കും നോക്കി, എന്തായിരിക്കും, എയർ അല്ലേ പ്യുവർ കണ്ടക്ടർ എന്ന് പറയുന്നത് എന്തിനെ ആയിരിക്കും നോക്കി, ഏതായിരിക്കും ആൻസർ ഏതാ നോക്കി. ഏതായിരിക്കും നോക്കി, നമുക്ക് നോക്കാം ഏതാണ് ഫസ്റ്റ് പറഞ്ഞേക്കുന്നത്. നോക്കി എന്താണ് താഴെ നോക്കാം നമുക്ക്. ബോത്ത് ലൈറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ബോത്ത് സൗണ്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ബോത്ത് സൗണ്ട് ആൻഡ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഏതാണ് ആൻസർ വരിക, ബോത്ത് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ആണ് അല്ലേ. ബോത്ത് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ആണ് എന്തെന്ന് പറയുക, പുവർ കണ്ടക്ടർ ഓഫ് എയർ എന്നറിയപ്പെടുന്നത്. ഏതാണ് ആൻസർ വരിക, ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, 14ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ ടേം ഫോർ ദ പ്രോസസ് ഓഫ് വാട്ടർ ചേഞ്ചിങ് ഫ്രം എ ലിക്വിഡ് ടു ഗ്യാസ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞേക്കുക, വാട്ട് ഈസ് ദ ടേം ഓഫ് ഫോർ ദ പ്രോസസ് ഓഫ് വാട്ടർ ചേഞ്ച് ടു ഫോം എ ലിക്വിഡ് ടു
ഗ്യാസ്. എന്താ ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കിയ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിനകത്തുള്ള ക്വസ്റ്റ്യൻ ആണ്, കെമിസ്ട്രിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം പ്രധാനപ്പെട്ട സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഏതൊക്കെയാണ്. ഫസ്റ്റ് വൺ ഏതാണ്? സോളിഡ് ഉണ്ട്. രണ്ടാമത്തെ ഏതാണ്? ലിക്വിഡ് ഉണ്ട്. മൂന്നാമത്തെ ഏതാണ്? ഗ്യാസ് ഉണ്ട്. നാലാമത്തെ ഏതാണ്? പ്ലാസ്മയുണ്ട് അല്ലേ, പ്ലാസ്മ. അഞ്ചാമത്തെ ഏതാണ്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഉണ്ട്. ആറാമത്തെ എന്താണ്? ഫെർമിയോണിക് കണ്ടൻസേറ്റ് ഉണ്ട്. ഏഴാമത്തെ എന്താണ്? ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ അല്ലേ. ഇത്രയും കാര്യങ്ങളുണ്ട്, ഇത്രയും കാര്യങ്ങളാണുള്ളത് അല്ലേ. ഇത്രയും സ്റ്റേറ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ സ്റ്റേറ്റിനകത്ത് നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഓക്കെ, ചോദിച്ച ഏതാണ് നോക്കി. വാട്ട് ഈസ് എ ടേം ഫോർ ദ പ്രോസസ് ഓഫ് വാട്ടർ ചേഞ്ചിങ് ഫ്രം എ ലിക്വിഡ് ടു ഗ്യാസ് അല്ലേ. ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് അല്ലേ, ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറുന്നത് ഏത് പ്രോസസ്സ് അനുസരിച്ചിട്ടായിരിക്കും? ഏത് പ്രോസസ്സ് അനുസരിച്ചിട്ടായിരിക്കും? ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ലിക്വിഡ് സ്റ്റേറ്റ് ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറുന്നുണ്ട്. ഓക്കെ, ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതർ ആൻസർ പറഞ്ഞിട്ടുണ്ട്. നോക്കിയാൽ മോനെ എന്താ പറഞ്ഞേക്കാം? ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറുന്ന പ്രോസസ്സ് എപ്പോഴും എന്തായിരിക്കും? ഇവാബ്രേഷൻ ആയിരിക്കും അല്ലേ. എന്താണ്? വേപ്പറൈസേഷൻ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആവിയായിട്ട് മാറുക. ലിക്വിഡ് സ്റ്റേറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചൂടാകുമ്പോൾ നമ്മൾ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അത് ആവിയായിട്ട് മാറും. ഇവാബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡ് ടു എന്താണ്? ഗേഷ്യസ് ആണ് ഇവാബ്രേഷൻ എന്നറിയപ്പെടുന്നത്. ഫ്രീസിംഗ് എന്നറിയപ്പെടുന്നത് എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റ് എന്തിലോട്ട് മാറുന്നതാണ്? സോളിഡ് സ്റ്റേറ്റിലോട്ട് മാറുന്നതാണ് ഫ്രീസിംഗ് എന്നറിയപ്പെടുന്നത്. ഇനി കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗേഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുക? കണ്ടൻസേഷൻ എന്നറിയപ്പെടുന്നത്. അടുത്ത സബ്ലിമേഷൻ എന്നറിയപ്പെടുന്നത്, അടുത്ത സ്റ്റേറ്റ്മെന്റ് അടുത്താണ് സബ്ലിമേഷൻ എന്നറിയപ്പെടുന്നത്. എന്താണ്? സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഡയറക്റ്റ് എന്തിലോട്ട് മാറുകയാണ്? ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറുകയാണ്. ലിക്വിഡ് എന്നുള്ള സ്റ്റേറ്റിലോട്ട് മാറാണ്ട് എന്ത് ചെയ്യുകയാണ്? സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഡയറക്റ്റ് ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുക? സബ്ലിമേഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും. ചോദിച്ചിട്ടുള്ള ആ ഒരു പോർഷനാണിത്. അതുകൊണ്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചിരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ ആണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് നൈട്രജൻ ഗ്യാസ്? താഴെ തന്നിരിക്കുന്നതിനകത്ത് നൈട്രജൻ ഗ്യാസിന്റെ പ്രോപ്പർട്ടി കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുക. ഓപ്ഷൻ നോക്കി. ഇറ്റ് ഈസ് ഫ്ലെയിമബിൾ. ഫ്ലെയിമബിൾ മീൻസ് എന്താണ്? കത്തുന്നത്. ഫ്ലെയിമബിൾ പെട്ടെന്ന് തീ പിടിക്കുന്ന ഗ്യാസ് ആണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ ഇറ്റ് സപ്പോർട്ട് കമ്പഷൻ. എന്താണ്? കമ്പഷൻ മീൻസ് എന്താണ്? തീ കത്താനായിട്ട് സഹായിക്കുന്ന വസ്തുവാണ് അല്ലെ ഗ്യാസ് ആണ് എന്തെന്ന് പറയുക? നൈട്രജൻ എന്നറിയപ്പെടുന്നത്. അടുത്ത നോക്കി. ഇറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യുന്നതാണ്. അടുത്ത നോക്കി. ഓപ്ഷൻ നോക്കി. ഇറ്റ് ഈസ് കെമിക്കലി ഇനേർട്ട്. അല്ലെങ്കിൽ എന്താണ്? ഇവ കെമിക്കലി റിയാക്ട് ചെയ്യുന്നവർ അല്ല. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? നൈട്രജൻ ഗ്യാസിന്റെ പ്രോപ്പർട്ടി കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുക. നമുക്കറിയാം ഇറ്റ് ഈസ് ഫ്ലെയിമബിൾ ആണോ? അല്ല. കത്താനായിട്ടോ അല്ലെങ്കിൽ കത്താൻ സഹായിക്കുന്നതായിട്ടോ ഒരു പ്രോപ്പർട്ടീസും ആർക്കില്ല? നൈട്രജൻ ഗ്യാസിനില്ല. അതുകൊണ്ട് ഒന്നാമത്തെ പ്രോപ്പർട്ടി നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കമ്പഷൻ എന്താണ്? കത്താൻ സഹായിക്കുന്ന ഗ്യാസ് ആണോ? അല്ല. ഏതാണ് കത്താൻ സഹായിക്കുന്ന ഗ്യാസ്? ഓക്സിജൻ ആണ് അല്ലേ. ഓക്സിജൻ ആണ് നമ്മൾ എന്ത് ചെയ്യുക? കത്താനായിട്ട് സഹായിക്കുന്ന ഗ്യാസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഓക്സിജൻ ആണ്. ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കാർബൺ ഡയോക്സൈഡ് ആണ് അല്ലെ. ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്യാസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കാർബൺ ഡയോക്സൈഡ് ആണ്. കത്താനായിട്ട് കമ്പഷന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഓക്സിജൻ ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, കമ്പഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്ത് നോക്കി. ഇറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന കാര്യത്തിൽ എന്തല്ല? നൈട്രജന് ഒരു റോളും ഇല്ല. ഇതും എന്താണ്? തെറ്റായിട്ടുള്ളതാണ്. അടുത്ത നോക്കി. ഇറ്റ് ഈസ് കെമിക്കലി ഇനേർട്ട്. എന്താണ്? ആൻസർ ഇതാണ്. അവ എന്താണ്? കെമിക്കലി ഇനേർട്ട് ആണ്. അവർ കെമിക്കലി എന്ത് ചെയ്യത്തില്ല? റിയാക്ടിവിറ്റി കുറഞ്ഞവരാണ്. അതുകൊണ്ട് എന്താണ്? ഇറ്റ് ഈസ് എ കെമിക്കലി ഇനേർട്ട് ആയിട്ട് കാണപ്പെടുന്നു. ആൻസർ ഏതാണ് വരിക? നാലാമത്തെ ആൻസർ ആണ് കറക്റ്റ് ആയിട്ട് വരിക. ഇറ്റ് ഈസ് എ കെമിക്കലി ഇനേർട്ടഡ് ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണേ? നാലാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. വിച്ച് കോമ്പൗണ്ട് ഈസ് ഫോംഡ് വെൻ
നൈട്രജൻ റിയാക്ട് വിത്ത് ഹൈഡ്രജൻ അണ്ടർ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കിയേ. വിച്ച് കോമ്പൗണ്ട് ഈസ് ഫോംഡ്? ഏതോ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. ഏതൊക്കെ തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ? നൈട്രജൻ റിയാക്ട് വിത്ത് ഹൈഡ്രജൻ അല്ലേ? നൈട്രജനും അതുപോലെ തന്നെ എന്താണ് ഹൈഡ്രജനും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഹൈ പ്രഷറിൽ അല്ലെങ്കിൽ എന്താണ് ഹൈ ടെമ്പറേച്ചറിൽ റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് താഴെ തന്നിരിക്കുന്നത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ ഒന്നാമത്തെ നൈട്രസ് ഓക്സൈഡ്, ഓപ്ഷൻ ബി അമോണിയം, ഓപ്ഷൻ സി നൈട്രിക് ഓക്സൈഡ്, ദെൻ ഓപ്ഷൻ ഡി നൈട്രജൻ ഡയോക്സൈഡ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് എന്താ പറഞ്ഞേക്കുക? നൈട്രജനും ഹൈഡ്രജനും ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ട് അല്ലെങ്കിൽ പ്രോഡക്റ്റ് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതായിരിക്കും? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയാൽ പെട്ടെന്ന് ആൻസർ കിട്ടും. ഏതായിരിക്കും കിട്ടുക? ഏതായാലും കിട്ടുക? നൈട്രസ് ഓക്സൈഡ് ആണോ? നൈട്രജനും എന്താണ് ഹൈഡ്രജനും ആണ്. അന്നേരം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ഓക്സൈഡ് ഫോം ചെയ്യത്തില്ല അല്ലേ? നമുക്കറിയാം ഒരു ഓക്സൈഡ് റെസ്പെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെറ്റലിന്റെ കറസ്പോണ്ടിങ് ഓക്സൈഡ് ഫോം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനുമായിട്ട് അത് കമ്പൈൻ ചെയ്ത് റിയാക്ഷൻ നടക്കണം. അതിന് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഓക്സൈഡ് ഫോം ചെയ്യുന്നത്. അതിന് നൈട്രസ് ഓക്സൈഡ് തെറ്റാണ്. അത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അടുത്ത ഏതാണ്? നൈട്രിക് ഓക്സൈഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും അല്ലേ? അതുപോലെ തന്നെ എന്താണ്? നൈട്രജൻ ഡയോക്സൈഡിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആണ്. ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. നൈട്രജനും ഹൈഡ്രജനും ഹൈ പ്രഷറിൽ ഹൈ ടെമ്പറേച്ചറിലും റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? അമോണിയ ആയിരിക്കും. രണ്ടാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ അല്ലേ? അമോണിയാണ് നമുക്ക് എന്ത് ചെയ്യുക? ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും ഹൈഡ്രജനും നൈട്രജനും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ട് അല്ലെങ്കിൽ എന്താണ് പ്രോഡക്റ്റ് എന്ന് അറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 17ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, എന്താണ് നോക്കി. വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ആൻ എലമെന്റ്? ഇറ്റ് ഈസ് എലമെന്ററി ഫോം അല്ലെ? ഒരു എലമെന്ററി ഫോമിൽ അതിനകത്ത് കാണപ്പെടുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതായിരിക്കും? ഓപ്ഷൻ നോക്കിയേ. പോസിറ്റീവ്, ഓപ്ഷൻ ബി നെഗറ്റീവ്, ഓപ്ഷൻ സി വേരിയബിൾ, ഓപ്ഷൻ സി ഏതാണ്? 0 അല്ലേ? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതാണ് എന്ത് ചെയ്യുക? എസെൻഷ്യൽ ഫോം അല്ലെങ്കിൽ എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് നടക്കുന്ന സമയത്ത് നടക്കുന്ന പ്രോസസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത്? ഏതായിരിക്കും ആൻസർ വരിക? പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ, വേരിയബിൾ ആണോ, അതോ 0 ആണോ? ഏതായിരിക്കും വരിക? 4ാമത്തെ ഓപ്ഷനാണ് 0 ആണ് കറക്റ്റ് ആൻസർ. 4ാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഹൗ മെനി വാലൻസ് ഇലക്ട്രോൺസ് ഡസ് എ കാർബൺ ആറ്റം ഹാവ്? എന്താ പറഞ്ഞേക്കുന്നത്? കാർബൺ ആറ്റത്തിന്റെ വാലൻസിനകത്ത് എത്ര ഇലക്ട്രോൺസ് കാണപ്പെടും അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോൺസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കിയേ. 2, ഓപ്ഷൻ രണ്ടാമത്തെ 8, ഓപ്ഷൻ മൂന്നാമത്തെ 10, ഓപ്ഷൻ നാലാമത്തെ എന്താണ്? 4ാമത്തത്. നമുക്കറിയാം കാർബൺ എന്നറിയപ്പെടുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? നോൺ മെറ്റലിന് എക്സാമ്പിൾ ആണ് അല്ലേ? ഒരു നോൺ മെറ്റലിന് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുക? കാർബൺ എന്നറിയപ്പെടുന്നത്. കാർബണിന് 2 തരത്തിലുള്ള ഫോംസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഏതാണ്? ക്രിസ്റ്റലൈൻ ഫോംസ് ഉണ്ട്. കേട്ടോ? ക്രിസ്റ്റലൈൻ ഫോംസ് ഉണ്ട്. അടുത്ത ഏതാണ്? അമോർഫസ് ഫോംസ് ഉണ്ട്. 2 തരത്തിലുള്ള കോമ്പൗണ്ട്സ് ആണ് ആർക്കുള്ള? ക്രിസ്റ്റലൈൻ ഫോംസ് എന്നും അമോർഫസ് ഫോംസ് എന്ന് പറയും. ഈ ക്രിസ്റ്റലൈൻ ഫോംസിനകത്ത് കാണപ്പെടുന്ന 3 ആൾക്കാരുണ്ട്. ആരൊക്കെയാണ്? ഡയമണ്ട് ഉണ്ട് അല്ലേ? അടുത്ത ഏതാണ്? ഫുള്ളറൈൻ ഉണ്ട്. അടുത്ത ഏതാണ്? ഗ്രാഫൈറ്റ് ഉണ്ട്. ഇത് 3ഉമാണ് കാർബണിന്റെ 3 ക്രിസ്റ്റലൈൻ ഫോംസ് എന്ന് അറിയപ്പെടുന്നത്. അമോർഫസ് ഫോംസിനകത്ത് വരുമ്പോൾ ഏതൊക്കെയാണ്? കോള് വരുന്നുണ്ട്, ചാർക്കോള് വരുന്നുണ്ട്,
വുഡ് ചാർക്കോൾ വരുന്നുണ്ട്. ഇതെല്ലാം എന്തിലാ വരിക? അമോർഫസ് ഫോംസിനകത്താണ് വരിക. അതിന് എന്താ പറഞ്ഞേക്കുക? കാർബണിന്റെ 2 ഫോംസാണ് ഉള്ളത്, ക്രിസ്റ്റലൈൻ ഫോംസ് എന്നും അമോർഫസ് ഫോംസ്. ക്രിസ്റ്റലൈൻ ഫോംസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഡയമണ്ടും ഫുള്ളറൈൻ ഗ്രാഫൈറ്റ്, ഇത് 3 ക്രിസ്റ്റലൈൻ ഫോംസ് ആണ്. അമോർഫസ് ഫോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോള്, ചാർക്കോള്, വുഡ് ചാർക്കോൾ, ഇതൊക്കെയാണ് എന്തെന്ന് പറയുക? അമോർഫസ് ഫോംസ് എന്ന് അറിയപ്പെടുന്നത്. 2 ടൈപ്പ് ആണുള്ളത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൗ മെനി വാലൻസ് ഇലക്ട്രോൺസ്, അല്ലെ? വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കാണപ്പെടുന്ന ഇലക്ട്രോൺസിനെയാണ് വാലൻസ് ഇലക്ട്രോൺസ് എന്നറിയപ്പെടുന്നത്. ആണോ? ക്ലിയർ ആണ്? ക്ലിയർ ആണേ? വാലൻസ് ഇലക്ട്രോൺസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? കാർബണിൻ്റെത് അറ്റോമിക് നമ്പറും മാസ് നമ്പറും എങ്ങനെയായിരിക്കും? അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ ഓഫ് കാർബൺ ആറ്റം. ഓക്കെ, അറ്റോമിക് നമ്പർ എത്രയാണ്? എന്താണ്? 6 ആണ് അല്ലേ? അറ്റോമിക് നമ്പർ എന്താണ്? 6 ആണ്. അന്നേരം നോക്കി, നമുക്ക് അറ്റോമിക് നമ്പർ 6 ആകുമ്പോൾ കോൺഫിഗറേഷൻ എഴുതാം, 2 എഴുതാം, അതുപോലെ തന്നെ 4 എഴുതാം അല്ലേ? 4ഉം 2ഉം ആഡ് ചെയ്യുമ്പോൾ എത്രയായി? 6 ആയി അല്ലേ? അന്നേരം നോക്കി, അതിൻ്റെ വാലൻസ് ഷെല്ലിനകത്ത് അല്ലെങ്കിൽ ലാസ്റ്റ് ഷെല്ലിനെയാണ് നമ്മൾ വാലൻസ് ഷെൽ എന്ന് അറിയപ്പെടുക. അന്നേരം ലാസ്റ്റ് ഷെല്ലിനകത്ത് കാണപ്പെടുന്ന ഇലക്ട്രോൺസ് ആണ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കാർബണിനകത്ത് വാലൻസ് ഇലക്ട്രോൺസ് എത്രയായിട്ട് കാണപ്പെടുന്നു? എത്ര എണ്ണമാണുള്ളത്? 4 വാലൻസ് ഇലക്ട്രോൺസ് ആണ്. എന്ന് വെച്ചാൽ അറ്റോമിക് നമ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? അറ്റോമിക് നമ്പർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതും. അറ്റോമിക് നമ്പർ ഏതാണ്? 6 ആണ്. അന്നേരം നമുക്ക് കെ ഷെല്ലിനകത്ത് മാക്സിമം 2 ഇലക്ട്രോൺസ് കൊള്ളും. ബാക്കി നമുക്ക് എന്തിനകത്ത്? എല്ലിനകത്ത് കൊള്ളിക്കാൻ പറ്റും അല്ലേ? എല്ലിനകത്ത് എത്ര എണ്ണം കൊള്ളിക്കാൻ പറ്റും? 4 എണ്ണം. അതിന് ഫസ്റ്റ് ഡയഗ്രാം വരയ്ക്കാം. ന്യൂക്ലിയസ് ഫസ്റ്റ് ഷെല്ലിനകത്ത് 2 ഇലക്ട്രോൺസ്, രണ്ടാമത്തെ ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺസ്? 4 ഇലക്ട്രോൺസ്. 4 ഇലക്ട്രോൺസ് അല്ലേ? 4 ഇലക്ട്രോൺസ് ആണ്. ഈ 4 ഇലക്ട്രോൺസ് ആണ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് അറിയപ്പെടുന്നത്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിനകത്ത് പറയുന്ന പേര് വാലൻസ് ഷെല്ലെന്നും അതിനകത്ത് കാണപ്പെടുന്ന ഇലക്ട്രോൺസിനെ പറയുന്ന പേര് എന്താണ്? വാലൻസ് ഇലക്ട്രോൺസ് എന്നുമാണ്. എന്നിട്ട് വാലൻസ് ഇലക്ട്രോൺസ് എത്ര ആണെന്ന് ചോദിച്ചാൽ എത്രയാണ് എഴുതേണ്ടത്? 4 എണ്ണമാണ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. പത്താമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Which of the following is a commonly used for nitrogen in artificial fertilizers? ഓക്കെ, താഴെ തന്നിരിക്കുന്നതിനകത്ത് എന്താണ് യൂസ് ചെയ്യുക? നൈട്രജൻ ഇൻറ്റു ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സിനകത്ത് യൂസ് ചെയ്യുന്നത് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ്? ഓപ്ഷൻ നോക്കി, അമോണിയം നൈട്രേറ്റ്, ഓപ്ഷൻ ബി കാൽസ്യം ഫോസ്ഫേറ്റ്, ഓപ്ഷൻ സി മഗ്നീഷ്യം സൾഫേറ്റ്, ദെൻ ഓപ്ഷൻ ഡി സോഡിയം ക്ലോറൈഡ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് എന്താ പറയുക? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോമൺലി യൂസ്ഡ് ഫോം എ നൈട്രജൻ ഇൻ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ. ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസറിനകത്ത് നൈട്രജൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫില്ല് ചെയ്ത് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ചെയ്യുന്നത് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതായിരിക്കും? ഏതായിരിക്കും? ഫെർട്ടിലൈസർ. എന്താണ് ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ്? വളങ്ങളാണ് അല്ലേ? നമുക്ക് പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ള, കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആർട്ടിഫിഷ്യലായിട്ട് നൽകുന്ന വളങ്ങളിനകത്ത് എന്തുണ്ട്? നൈട്രജൻസ് ഉണ്ട്. അതുപോലെ തന്നെ താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏത് കോമ്പൗണ്ട് ആയിരിക്കും കാണപ്പെടുക? കോമൺലി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കാൽസ്യം ഫോസ്ഫേറ്റ് അല്ല, മഗ്നീഷ്യം സൾഫേറ്റ് അല്ല. സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? NaCl ആണ് സോഡിയം ക്ലോറൈഡ് എന്നറിയപ്പെടുന്നത്. ഈ സോഡിയം ക്ലോറൈഡ് നമ്മളെന്ന് പറയുന്നത് സോൾട്ടായിട്ടാണ് എന്ത് ചെയ്യുക? ഫോം ചെയ്യുക. സോൾട്ട് രൂപത്തിലാണ് എന്ത് ചെയ്യുക? സോഡിയം ക്ലോറൈഡ് കാണപ്പെടുന്നത്. നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അമോണിയം നൈട്രേറ്റ്. ഓപ്ഷൻ ഒന്നാമത്തെയാണ്. അമോണിയം നൈട്രേറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ നോക്കിയേ? ഓക്കെ ആണ്? ഓക്കെ, 20ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ലൈവ് സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്സ്റ്റൻസ് ഹാസ് ആൻ ഇക്വലന്റ് വെയിറ്റ് ഈക്വൽ ടു അറ്റോമിക് വെയിറ്റ്? താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏത് സബ്സ്റ്റൻസിനാണ് എന്ത് ചെയ്യുക? ഇക്വലന്റ് വെയിറ്റും ഈക്വൽ ടു ദ അറ്റോമിക് വെയിറ്റും ഒക്കെ ഈക്വൽ ആയിട്ട് കാണപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതിനാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? എന്താ പറഞ്ഞേക്കുക? വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്സ്റ്റൻസ് ഹാസ് ആൻ ഇക്വലന്റ് വെയിറ്റ് ടു ഇറ്റ്സ് അറ്റോമിക് വെയിറ്റിന് ഈക്വൽ ആയിട്ട് വരുന്നത് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതിനെയാണ്? ഓപ്ഷൻസ് നോക്കി. ഓപ്ഷൻ ഏതാണ്? ഓക്സിജൻ. ഓപ്ഷൻ രണ്ടാമത്തെ നൈട്രജൻ. മൂന്നാമത്തെ ഏതാണ്? ഹൈഡ്രജൻ. നാലാമത്തെ ഏതാണ്?
ഫോസ്ഫറസ്. നോക്കി നമ്മൾ കമ്പഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്, അതുപോലെ തന്നെ റെസ്പിറേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഓക്സിജൻ ആണ്. നോക്കി നൈട്രജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന 78% കാണപ്പെടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? 78% കാണപ്പെടുന്ന ഏതാണ്? നൈട്രജൻ ആണ്. 21% മാത്രമാണ് അറ്റ്മോസ്ഫിയറിൽ ആര് കാണപ്പെടുക? ഓക്സിജൻ കാണപ്പെടുന്നത് അല്ലേ? ഓക്കെ, ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോട്ടിംഗ് ബലൂൺസിനകത്തൊക്കെ അല്ലേ, ഫ്ലോട്ടിംഗ് ബലൂൺസിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹൈഡ്രജനും അതുപോലെ തന്നെ ഹീലിയം ഗ്യാസും. വെയ്റ്റ്ലെസ് ആയിട്ടുള്ളതാണ് ഹൈഡ്രജൻ ഗ്യാസും ഹീലിയം ഗ്യാസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലോട്ടിംഗ് ബലൂൺസിനകത്ത് കാണപ്പെടുന്നുണ്ട്. ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ടൈപ്പ് ഫോസ്ഫറസ് ഉണ്ട്. വൈറ്റ് ഫോസ്ഫറസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? റെഡ് ഫോസ്ഫറസ് ഉണ്ട്. ഇതിൽ റെഡ് ഫോസ്ഫറസ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക? മാച്ച് ബോക്സിൽ അല്ലേ, മാച്ച് ബോക്സിനകത്തും അതുപോലെ മാച്ച് ബോക്സിൻ്റെ ടിപ്പ് അല്ലെ, മാച്ച് സ്റ്റിക്കിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്? ടിപ്പിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? യൂസ് ചെയ്യുന്ന മാച്ച് ബോക്സിൻ്റെ ഒക്കെ അല്ലെങ്കിൽ മാച്ച് സ്റ്റിക്കിൻ്റെ ടിപ്പിൽ യൂസ് ചെയ്യുന്ന ഏതാണ്? റെഡ് ഫോസ്ഫറസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്സ്റ്റൻസ് ഹാസ് ആൻ ഇക്വലന്റ് വെയിറ്റ് ഈക്വൽ ടു അറ്റോമിക് വെയിറ്റ് അല്ലെ, അറ്റോമിക് വെയിറ്റിന് ഈക്വലൻ്റ് ആയിട്ട് വരുന്നത് താഴെ തന്നിരിക്കുന്ന ഏത് ഗ്യാസിന് അല്ലെങ്കിൽ ഏതിൻ്റെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതേണ്ടത്? ഏതാണ്? ഓപ്ഷൻ 3 ഹൈഡ്രജൻ ആണ് കറക്റ്റ് ആൻസർ. ഒരാൾ ആൻസർ ചെയ്തിട്ടുണ്ട്, അതർവ ആൻസർ ചെയ്തിട്ടുണ്ട്. ഏതാണ്? ഹൈഡ്രജൻ ഗ്യാസ് ആണ് അല്ലെ, ഹൈഡ്രജൻ ആണ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണോ? 20 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റിയോ? 20 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റിയോ? 20 ക്വസ്റ്റ്യൻസും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്നിട്ട് നമുക്ക് നേഴ്സിംഗ് അസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ടെക്നിക്കലിനൊക്കെ വരുന്നത് ഫിസിക്സിൽ നിന്ന് കെമിസ്ട്രിയിൽ നിന്ന് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ നമ്മൾ 10th പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? നേഴ്സിംഗ് അസിസ്റ്റൻറ്റും ടെക്നിക്കൽ എക്സാമിനകത്ത് വരുന്നത്. അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ പഠിത്തം മുമ്പോട്ട് കൊണ്ടുപോകുക. ഇനി വളരെ കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ആ ടൈം കൊണ്ട് പ്രോപ്പറായിട്ടൊരു ടൈം ടേബിൾ മെത്തേഡിൽ നമ്മൾ മുമ്പോട്ട് പോകുക. അതിനോടൊപ്പം പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ, PYQ സെക്ഷൻസ് പ്രോപ്പറായിട്ട് ചെയ്ത് നോക്കണം. ഈ PYQ സെക്ഷൻസ് പ്രോപ്പറായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് നോക്കണം? ലൈവ് സെക്ഷൻസ് കാണണം. അതിനകത്ത് നമ്മൾ 20-25 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ലൈവ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ലൈവ് സെക്ഷൻസ് സ്കിപ്പ് ചെയ്യരുത്. PYQ സെക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ചോണം. സീരീസ് മെത്തേഡിൽ വരുന്നതെല്ലാം കറക്റ്റായിട്ട് പഠിച്ചു പോകണം കേട്ടോ. ഓക്കെ ആണ്? ഈ മെത്തേഡിൽ എല്ലാവരും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുമല്ലോ? ഓക്കെ ആണ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ലൈവ് സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്തൊരു ലൈവ് സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.